بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آل محمد തതവാല ലൈലുക ബിൽ ഇസ്മിദി ഇസ്മിദിലുള്ള നിന്റെ രാത്രി ദീർഘമായി വനാമൽ ഖലിയു വലം തർഖുദി ഖലിയു ഉറങ്ങി. അവിടെ നീ കൊടുത്ത് എഴുതിക്കണോ ഖലിയു അൽ ഖാലി മിനൽ ഹമ്മി വൽ ഹുസ്നി ദുഃഖമില്ലാത്തവൻ. അപ്പൊ സ്നേഹിതന്നല്ല, ദുഃഖമൊന്നുമില്ലാതെ നടക്കണ മനുഷ്യന്മാരൊക്കെ ഉറങ്ങി, നമ്മക്ക് ദുഃഖ അവളെ കിട്ടായിട്ട്. വലം തർഖുദി ഖലി വലം തർഖുദി റഖദ നീ ഉറങ്ങിയിട്ടില്ല. നിന്നോടന്നെ പറയുന്നത് ഖിതാബാണ്. തർഖുദ റഖദ പറഞ്ഞാല് വലം തനം എന്നർത്ഥം. വബാത അവൻ രാത്രി പാർത്തു. അല്ലാഹു യഖൂലു വബിത്ത അവൻ എന്ന് പറഞ്ഞാൽ നീ ട്ടാ. അവൻ അവൻ രാത്രി പാർത്തു. വബാത ലഹു ലൈലത്തുൻ അവന് വേണ്ടി ലൈലത്തും രാത്രിയായി. മജാസാണ്, രാത്രി കഴിഞ്ഞു പോയി എന്നർത്ഥം. അവന് വേണ്ടി രാത്രി രാത്രി രാപ്പാർത്തു. രാത്രി ലൈലത്ത് എന്ന രാത്രി ഇല്ലേ, രാത്രി എന്ന് പറഞ്ഞ സംഭവമില്ല. ആ ചങ്ങായി അവന് വേണ്ടി രാപ്പാർത്തു. കലയിലെത്തിതിൽ ഇതിൽ അറുമുതി ഏതുപോലെ കലയിലെത്തി ദിൽ ആയിരി കരട് കുടുങ്ങിയവന്റെ രാത്രി പോലെ അവൻക്കുള്ള രാത്രി. വബാതത്തിലഹു അവൻക്കുള്ള രാത്രി ഉണ്ടല്ല, അവൻക്ക് വേണ്ടി രാപ്പാർത്തു. ആ രാത്രി രാപ്പാർത്തു. കലയിലെത്തി ഇതിൽ ആയിരി കണ്ണിൽ കരട് കുടുങ്ങി കരടുടയവന്റെ രാത്രി പോലെ. ആ രാത്രി ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. ഏതുപോലെ ആയിട്ടാ കഴിഞ്ഞത്? ആയിര അറിഞ്ഞ കരട് എന്നാണ്. കരടുടയവന്റെ രാത്രി പോലെ. എല്ലാവരും മതി ചെങ്കണ്ണ് ബാധിച്ച ദിൽ ആയിരിന്റെ സിഫത്തായിരിക്കും. അർമതായ ദിൽ ആയിർ രാത്രി പോലെ. മനസ്സിലായില്ലേ ഉദ്ദേശാർത്ഥമൊക്കെ? ഇത് എന്തുകൊണ്ട് ഓർക്കിട്ടാ നിൽക്കണ അറിയോ? എനിക്ക് വന്നതായ ഒരു വാർത്തക്ക് വേണ്ടി. അപ്പൊ ഞാനായിപ്പോ നേരത്തെ നീ എന്നറിഞ്ഞ്, പിന്നെ അവൻ എന്നറിഞ്ഞ്, പിന്നെ ഞാൻ എന്നറിഞ്ഞ്. എനിക്ക് വന്നതായ ഒരു രാത്രിക്ക് വേണ്ടി, വാർത്തക്ക് വേണ്ടി. എങ്ങനെയുള്ള വാർത്ത? എന്നെ അറിയിക്കപ്പെട്ടതായ ആ വാർത്തയെ അബുൽ അസ്വദിൽ നിന്നും. പിന്നെ ലൈലുക്കാന്നറിഞ്ഞ്, പിന്നെ ബാത്താന്നറിഞ്ഞ്, പിന്നെ നീ എന്നറിഞ്ഞ്. അങ്ങനെ 3 ഖിതാബ്. ഇയ്യ എന്ന വാക്ക് ലമീറുൻ മൻസൂബൻ അതാണ് ശരിക്കും ലമീർ. കാ അല്ലട്ടാ, ഇയ്യാക്കന്റെ ലമീർ ഇയ്യാണ്, മൻസൂബാണ്. മുൻഫസിലുൻ ലമീറുൻ മൻസൂബുൻ മുൻഫസിലുൻ. വമാ ഒന്നാകുന്നത് ഇയാഹു ഇയാക്ക എന്നൊക്കെ ഇയനോട് കൂടെ ഹൂ കാ കുമ ഹൂ ഹുമ ഹും ഹ ഹുമ ഹുന്നാന്ന് കൂട്ടും. മിനൽ യായി അതിനോട് ചേരുന്ന ഒന്നാകുന്ന യാഹ് ചെറിയായ എന്ന് പറഞ്ഞിട്ട് യായ് കാഫി വൽ ഹായ് ഹുറൂഫൻ അതൊക്കെ ഇസ്മല്ല, അക്ഷരങ്ങൾ മാത്രമാണ്. സീദത്ത് അതിനെ വർദ്ധിപ്പിക്കപ്പെട്ടതാണ്. ലി ബയാനി തകല്ലുമി വൽ ഖിതാബി വൽ ഗൈബത്തി മഫൂലിന്റെ ലമീർ ഈയാണ്. അത് മുത്തകല്ലിമാണോ ഗൈബത്താണോ ഖിതാബാണോ എന്ന് അറിയിക്കാൻ വേണ്ടി കൊടുക്കണ ഹർഫുകളാണ് യാവും കാഫും ഹാവും ഒക്കെ. മനസ്സിലായ? ഇയാഹു ഇയാഹുമ ഇയാഹും ലാ മഹല്ല ലഹാ മിനൽ ഇറാബി. ഈ ഹർഫുകൾക്ക് ഇറാബിന്റെ മഹല്ല് യയ്യൊക്കെ ഉണ്ടാകും. യമൻസൂബാണെന്ന് പറഞ്ഞല്ല.
ലത്തായിഫ് അന്തയിലുള്ള താഴ് അതേപോലെയാണ്. അനയാണ് താഴ് അതേപോലെയാണ്. അന്തയിലുള്ള താഴ്. എവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഡീല് ഒന്നായിട്ടാണ് കൊടുക്കണം. അന്തയിലുള്ള താവും സായിദാണെന്ന് പറഞ്ഞു അല്ലേ? ഇയ്യാന്ന് പറഞ്ഞതാണ് ദമീർ. അതാണ് കുറെ ദമീർ ഹുറൂഫുൻ ദാലത്തു അലാ അഹ്വാലിൽ മർജിഇലൈ. മുലാഫിലെ ആയ ദമീറ എന്ന് പറഞ്ഞോലുണ്ട്. കാന ശരിയല്ല. ഇവിടെ ഡീലാണ് കൊടുക്കണേ. ഒരു കൗലുഹു എന്നിട്ട് കൊടുക്കണില്ല. ഹുവൽ അമീറു ഇയ്യാക്ക ഫി കൗനിൽ കാഫി വൽ അമീർ കൗനു ഇയ്യ ദായിമത്തൻ ലഫ്ള അന്ത മുത്താഫിൽ അമീറു ഇലൈഹി വാദൽ വസരീൻ അതേപോലെ ഇലാ അന്ന അന്ത ബി കമാലി വൽ അമീറു ഇലാ അന്ന ലമീർ ഹുവ അന്നാണ് പോലും ലമീർ. അന്തയിലുള്ള ലമീർ അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന, ഹുവ, ഹുമാ, ഹും അവിടെ ഹിയ, ഹുമാ, ഹുന്ന. അന്തൻ്റെ അവിടെ അൻ എന്നതാണ് ലമീർ അല്ല. ഒരഭിപ്രായമാണ്, മൂപ്പരിപ്പം അങ്ങനെ പോണത്. താ എന്നത് ആളെ അറിയിക്കാൻ തീ എന്നൊക്കെ ഉള്ളത് അതായത് പെണ്ണാണോന്ന് മുതക്ക് തസ്നിയാണ് ജമ്മാണോ എന്നൊക്കെ അറിയിക്കാൻ. വല്ലവാഹിക്കു അറഫും ഹാരിൽ ലമീരില്ലതി ഹുവ അൻ അന്നിൻ്റെ ലമീൻ്റെ ഹാല് പറയാം. അമൽ കാഫു ഫി അപ്പം അന്തയിലുള്ള താവ് പോലെ. വൽ കാഫി ഫി അറഅയ്തക എന്ത് അറഅയ്തക്കയിലുള്ള കാഫ് പോലെ. അറഅയ്ത എന്ന് പറഞ്ഞാൽ തന്നെ നീ പറഞ്ഞുകൊണ്ടാന്ന് അർത്ഥമില്ലേ? അർഫുൻ ഇജ്മാൻ ജിഅബിൽ തബീൻ മൗരിദ ബിത്തായി. തായിനെ ഒന്നുകൂടി ബയാൻ ചെയ്യാൻ വേണ്ടി ഒരു അർഫ് എടുത്താണല്ലോ അറഅയ്തൻ്റെ ശുരുക്ക. ഇനി അടുത്തത് ഖലീലു പറഞ്ഞു ഇയ്യ എന്നുള്ളത് മുദാഫുൻ ഈ കാഫിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്. കാഫ് മുദാഫുൻ ഇലൈഹിയാണ് എന്നാണ് ഇപ്പാ പറഞ്ഞത്. എന്ത് ഇയ്യാക്കൻ്റെ കാഫേ ഇയ്യ അപ്പം മുദാഫുൻ ഇലൈഹിയാണല്ലോ. വഹത്തജ്ജ അദ്ദേഹം തെളിവിടിച്ചു കൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ചു ഖലീൽ ചില അറബികളെ തൊട്ട് ഇദാ ബലഗ الرجل 60 فإياه وإيا الشواب. ഇദാ ബലഗ الرجل 60 ഒരു മനുഷ്യൻ 60 എത്തിച്ചാൽ ഫഇയ്യാഹു അവൻ സൂക്ഷിക്കണം വഇയ്യ الشواب
മാനാവ് തദീറു മിന റിജാലി മിന തഅറുദി ലിശ്ശവാബി വതസവുജ്. യുവതികളെ തൊട്ട് സൂക്ഷിക്കണമെന്ന്. അവനെ അവൻ്റെ നഫ്സിനെ അവൻ സൂക്ഷിക്കണം. ഇയാഹു പറഞ്ഞാൽ ഏതർ ഇയാഹു, 60 എത്തിച്ച റജുലിനെ ആ റജുൽ എന്താ ചെയ്യണം? സൂക്ഷിക്കണം. വ ഇയശവാബി, എന്തിനെ സൂക്ഷിക്കണം? യുവതികളെ വിവാഹം ചെയ്യലിനെ തൊട്ടും. 60 എത്തിയ പിന്നെ യുവതികളെ വിവാഹം ചെയ്യരുത്. അപ്പൊ ഇയ എന്നത് മുദാഫിനിലേ ഉണ്ടാവലുണ്ട്. അതിന് എന്നതിന് തെളിവാക്കിക്കാണ് കാ മുദാഫിനിലയാണ് എന്നതിന്. അപ്പൊ കാഫാണ് ലമീർ. ഇയ ആ ലമീറിനെ ഒന്ന് ബലം കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണെന്നാണ്. കാഫ് മുദാഫിലെ ആ ലമീർ. അതാ വൽ ഖലീലു അന്നഹ അസ്മാഉൻ ഉളീഫ ഇലൈഹ ഇയ്യ ഫതകൂനു ഫി മഹല്ലിൽ ജർരി. ഇയ്യ ഇസ്മുകളാണ്. ഓക്കെ, അപ്പൊ കാഫ് ഇസ്മാണ്. ഇങ്ങോട്ട് 2 ഇസ്മും കൂടി ഇലാഫത്ത് ചെയ്തതാണ് എന്നാ അപ്പോൾ പറഞ്ഞത്. വയറുദ്ദു അലൈ അന്ന ഇലാഫത്ത് മിൻ ഖവാസിൽ ഇസ്മി ഫലാ ഇലാഫുൽ ലമീർ ഇലൈഹ. ലമീർ ഇസ്മല്ലേ. അങ്ങനെ സൈറാഫി സജ്ജാജ് പറയുന്ന ഇയ്യ ലൈസ ബിവൽഹുവ മിൻ ഖബീലിൽ അസ്മാഇൽ ലാഹിറ, ഇസ്മുൽ ലാഹിറാണെന്ന്. ലമീറും അല്ലല്ലോ. എന്തായാലും വേണ്ടിയില്ല, അവിടെ മുദാഫിലെ ആക്കിക്കണം. വഹിവ ഷാദൻ, ഈ അഭിപ്രായം ഷാദാണ്. ലാ യുത്തമദ് അലൈ, അതിനെ മേൽ അവലംബിക്കപ്പെടാൻ പറ്റൂല. ലമായിറു, ഈ കാഫാണ് ലമീർ. വ ഇയ്യ അംദത്തുൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഇയ്യന ലമീർ തന്നെയാണ്. നീ അവനെ എന്ന ലമീർ അതന്നെ ഇയ്യന്നെ. ഈ കാഫും ഇസ്മുകൾ തന്നെയാണ്, മുദാഫിലെ ഇസ്മുകളാണ്. എന്ത് ഖിതാബിൻ്റെയോ ഒക്കെ മേലില് അല്ലെങ്കിൽ വൈബത്തിൻ്റെയോ മുത്തക്കലിമിൻ്റെ ഒക്കെ മേലെ അറിയിക്കണ എന്തെന്നെയാണ്? ഹർഫല്ല, എന്തെന്നെയാണ്? ഇസ്മ തന്നെയാണ്. ആ ഇസ്മിലേക്ക് ലമീറായി ഇയ്യനെ എന്താക്കിയതാണ്? ഇലാഫത്ത് ചെയ്തതാണ്, മുദാഫിലാക്കിയതാണ്. മനസ്സിലായ പോക്ക്? ഇയ്യന്നെയാണ് എന്ത്? ലമീർ. കാഫ് ഖിതാബിൻ്റെ മേലെ അറിയിക്കാനുള്ള ഇസ്മുകൾ തന്നെയാണ്, ഹർഫുകളല്ല. എന്ന് മനസ്സിലായ? പിന്നെ കീല പറയപ്പെട്ട ഹുവൽ ഹിയൽ ലമായിർ, കാഫാണ് ലമീർ. വ ഇയ്യ അംദത്തുൻ, ഇയ്യ അതിനെ ബലം കൊടുക്കാൻ വേണ്ടി കൊടുക്കണമെന്ന്. മനസ്സിലായ? അഖീലാണ്.
ഫൈനഹ ലമ്മ ഫുസിലത്ത് ഈ കാഫിനെ വേർപ്പെടുത്തിയപ്പോൾ ആമിലുകളെ തൊട്ട് തദറന്നുത്തുക്കു ബിഹ അതിനെ മൊഴിയാൻ പ്രയാസമായപ്പോ മുഫ്രദത്തൻ കാഫിനെ ഒറ്റക്ക് ഫലുമ്മ ഇലൈഹ ഈ അയ്യനെ ചേർക്കപ്പെട്ടിട്ട് സ്തക്കില്ല ബിഹ അപ്പോൾ ഒറ്റക്ക് നിന്നോളൂ വെച്ചിട്ട് എൻ്റെ ആ ഫീലിനോട് കൂടെ അല്ലല്ലോ വന്നത് നബുദുക്കാന്ന് വന്നില്ലല്ല കീല പഠിച്ചോനെ അല്ലമീർ ഹുവൽ മജ്മൂ കീലക്ക് പഞ്ഞല്ല ലമീർ രണ്ടും കൂടി കൂടിയതാണ് അയ്യാക്കാന്ന് മതിക്കണ് ബിഫത്തേക്ക് കുരിയാണ് ഹംസത്ത് ഫത്തോണ്ട് ഹിയാക്കാന്ന് മതിക്കണ് ബി കൽബിഹാൻ അപ്പൊ ഇയ്യാക്കനെ ഹിയാക്കാക്കിയാണ് ഫാറൂഖിന്റെ ഒത്താണ് പിന്നെ ഇബാദത്താകുന്നത് എന്താണ് ഇബാദത്ത് പറഞ്ഞാല് അങ്ങേ അറ്റത്തെ വണക്കം ഇബാദത്തിന്റെ അർത്ഥം എന്താണ് അബുദൂല അഖ്സ ഖായത്തുൽ ഖുദൂഇ വതദല്ലുലി എന്നാണ് പണ്ഡിതന്മാര് അതിന് നിർവചനം പറഞ്ഞത് കേട്ടാ. അങ്ങേ അറ്റത്തെ വണക്കാകണമെങ്കിൽ അങ്ങേ അറ്റത്തെ ഉപകാരം ചെയ്യുന്നവൻ എന്നുള്ള ചിന്ത ഉണ്ടാവും. വമിൻഹു അതിൽപ്പെട്ടതാണ് ത്വരീഖും മുഅബ്ബദുൻ എന്നറിയും. വളരെ മയമായ വഴിക്ക് എളുപ്പമായിട്ട് നടക്കാൻ കഴിയണ ഈ മുദല്ലലുൻ വളരെ ലോലമായ എളുപ്പമുള്ള വഴിക്ക് എന്ത് പറയും? മുദല്ലലായ ത്വരീഖ് എന്ന് പറയും. നടക്കാനൊക്കെ സുഖകരമായ വളരെ വിനയത്തോടെ കാൽമും മുള്ളൊന്നും കുത്താത്ത വഴി ഉണ്ടല്ല, വരമ്പും മുള്ളും കുന്നും മലയൊന്നും ഇല്ലാത്ത മുദല്ലലായ നല്ല സുഖസുഖായ വഴി, വിനയുള്ള വഴി. പറയും നല്ല തെളിച്ചുള്ള ഡ്രസ്സിന് എന്തറിയും? സൗബുൻ ദു അബദത്തിന് നല്ല ഇണക്കുള്ള എളുപ്പമുള്ള ഡ്രസ്സ്. അപ്പൊ വിനയുള്ള ഡ്രസ്സ് അങ്ങേയറ്റത്തെ വിനയം എന്നാണ് നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞു. വലിദാലിക അതുകൊണ്ട് തന്നെ ലാതുസ്താമൽ ഇബാദത്ത് എന്ന പദം അല്ലാഹു തആലാക്കുള്ള ഖുദൂ അല്ലാതെ, അല്ലെങ്കിൽ ഹറാമാണ് പോലും അല്ലാത്തൊരു ഉപയോഗിച്ചാല് അത് വേറെ. വൽ ഇസ്തിആനത്തു നിങ്ങളുടെ നാട് ഇസ്തിആനത്ത് അത് നസ്തഈനെ പറ്റി പറയാണ്. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ വേറെ തർക്കമുണ്ട് വഹാബികളും തമ്മിൽ. ഇബാദത്ത് എപ്പോഴാവല് അഭൗതികമായ ഇബാദത്താകുന്നാണ് വഹാബികൾ പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്? റബ്ബാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള, ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ആരാധനക്കാണ് എന്തെന്ന് പറഞ്ഞ വിനയത്തിനാണ് ഇബാദത്ത്. ഇലാഹീന് കൊടുക്കേണ്ട കാര്യം ആണ് കൊടുത്തുകൊണ്ടുള്ള വിനയം, അതാണ് അങ്ങേയറ്റത്തെ വിനയാകല്, അല്ലാതെ അഭൗതികം എന്നുള്ളതല്ല. വലിസ്ത്യാനത്തു എന്ന് പറഞ്ഞാല് തൊലബുൽ മൗന ഇസ്തഫഅല വസനാകുമ്പോ തൊലബിന്റെ അർത്ഥം ഉണ്ടാവും. മൗനത്തിനെ തേടുക എന്നാ. ഈ സഹായം എന്ന് പറയുന്നത് അത്യാവശ്യ സഹായം ഉണ്ടാകും, അല്ലാത്ത സഹായം ഉണ്ടാകും. ദറൂറിയ എന്ന് പറഞ്ഞാൽ മാ എന്നാണ്. ലാ തഅത്തൽ ഫിഅലു ബിദൂനിഹി, അള്ളാഹുവിന്റെ സഹായം കിട്ടണ്ടേ? അള്ളാഹ് നമുക്ക് സഹായം തേടല്ല നമ്മള്. ആ മൗനത്ത് ഏതാണ് അള്ളാഹ് തരേണ്ട സഹായം? അത് അത്യാവശ്യതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അത്യാവശ്യമുള്ള പറഞ്ഞാൽ മാല തഅത്തൽ ഫീലു, പ്രവൃത്തി സാധിക്കൂല ബിദൂനിഹി, ആ മൗനത്തില്ലെങ്കിൽ. അത് അതുപോലെ എന്താണ് മുണ്ടാതെക്കണ്? ഇഖ്തിദാറിൽ ഫായിലി പ്രവർത്തിക്കണക്ക് ഒരു ഇഖ്തിദാർ ഉണ്ടാകുക, പ്രവർത്തിക്കണക്ക് സലാമത്തുൽ അല ആണ് ഇവിടുത്തെ ഉദ്ദേശം. മനസ്സിലായ? അവൻക്ക് എന്തുണ്ടാകുക? ഒരു പിന്നെന്താ ഫീലിനിക്ക് എന്തുണ്ടാകുക? ആ കഴിവുണ്ടാകുക. എന്താ കഴിവുണ്ടാകുക? അതാ വഹുവൽ മുസമ്മാത്തു ഫി ഇൽമിൽ കലാമി ബിസ്തിത്വാ ബിമാന സലാമത്തുൽ അസ്ബാബി വൽ ആലാത്ത്. അതായത് രോഗമില്ലാതിരിക്കുക. എന്താ? അല്ലാതെ സൃഷ്ടികൾ പ്രവർത്തിക്കുമ്പോൾ ആ സമയത്തുണ്ടാകണ ഒരു കുതിരത്തുണ്ട്, അതല്ല. അത് അല്ലാഹു അപ്പ പടക്കുന്നതാ. ഇവിടത്തെ ഇഖ്തിദാർ കൊണ്ട് ഉദ്ദേശം എന്താണ്? രോഗമില്ലാതിരിക്കുക. മനസ്സിലായി? സലാമത്തുൽ അസ്ബാബ് എന്ന ഇസ്തിത്വാത്താണ് അവിടുത്തെ. ഇസ്തിത്വാത്ത് രണ്ടർത്ഥമുണ്ട്.
സലാമത്തുൽ അസ്ബാബ് എന്ന അർത്ഥമുണ്ട്. ഓരോന്ന് ചെയ്യുമ്പോൾ അള്ളാഹു അപ്പം ഇങ്ങനെ കൈവിട്ട് കൊടുക്കും. ഏതുപോലെ ഉദാഹരണം പറഞ്ഞത്, വിളക്കിലേക്ക് കത്തിക്കുന്ന വിളക്കില്ല, മണ്ണെണ്ണ കത്തിക്കണ തിരിയിലൂടെ ആ തിരിമേൽ ഇങ്ങനെ കത്തുമ്പോൾ മണ്ണെണ്ണ ഇങ്ങനെ എന്താക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ തിരിമൊക്കെ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കും. മണ്ണെണ്ണ തീരുണ്ടല്ലോ വിളക്കില, അപ്പം ഇതിങ്ങനെ തിരിൻ്റെ ഉള്ളിൽ കൂടെ കയറുണ്ടെന്നാണല്ലോ മനസ്സിലാകേണ്ടത്. എങ്ങനെ കയറണേ? തീ ഇങ്ങനെ പിടിച്ചെടുക്കണ്ട, അങ്ങനെ അതിനുള്ളിൽ മോട്ടറൊന്നും ഇല്ലല്ലോ, ആകർഷണീയത ഉണ്ടാ. അപ്പോൾ ആ കയറണമാതിരി ഇങ്ങനെ കഴിവ് അപ്പം ഇങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചു തരികയാണ് എന്ന്. അവിടെ ഇഖ്തിദാറിന് അർത്ഥം ആ സലാമത്താണ്. പിന്നെ ആ ഫേലിനെ രൂപമാക്കലുമാണ്. ഫായിലിനക്ക് കഴിവുണ്ടാകലുമാണ് തസവൂരിഹി എന്നല്ലേ. അവൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ ഇവിടെ സൂറത്ത് രൂപമാകുന്നതിൻ്റെ തുടക്ക സന്ദർഭം തസവ്വുരിഹി. ആ ഫായില് തസവുറാക്കലുമാണ്. ആ പ്രവൃത്തിയുടെ രൂപം ഫായില് തസവുറാക്കൽ പോലെ. പിന്നെ വഹുസൂലി ആലത്തിൻ, എന്ത് അവയവം ഉണ്ടാകണം, ആലത്തുണ്ടാവണം. മാദ്ദത്തിൻ, അതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാവണം. എങ്ങനെയുള്ള എഫലുബിയ, അതുകൊണ്ടാണ് പ്രവർത്തിക്കൽ. ഫിഹ, ആ മാദ്ദത്ത് കൊണ്ടാണ്, ആലത്ത് കൊണ്ടാണ് പ്രവർത്തിക്കൽ. ഫിഹ എന്ന് പറഞ്ഞാൽ കേട്ടാ, അങ്ങനല്ല. എഫലുബിഹ, ആലത്ത് കൊണ്ടാണ് പ്രവർത്തിക്കൽ. ഫിഹ മാദ്ദയിൽ. ഉസൂല് ആലത്തിന് ആയുധം വേണം. മാദ്ദത്തിൻ, മാദ്ദ വേണമെന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന സ്ഥലമാണത്. എന്ത് ആയുധം വേണം, പ്രവർത്തിക്കാനുള്ള വസ്തു വേണം, അതിന്റെ മഹല്ല്. യഫല് ബിഹ, ആലത്ത് കൊണ്ട് പ്രവർത്തിക്കും. ബിഹ മാദ്ദയില്, മഹല്ലില്. ഈ 4 കാര്യം ഒരുമിച്ച് കൂടിയാല് യൂസഫുർ റജുലു ബിൽ ഇസ്തിതാഅ, ആ മനുഷ്യൻക്ക് എന്തെന്ന് പറയും? ഇസ്തിതാഅത്ത് എന്ന് പറയും. അതായത് സലാമത്തുൽ അസ്ബാബ് എന്നർത്ഥമല്ല. അപ്പൊ അവനെ കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി തക്ലീഫ് ചെയ്യപ്പെടാൻ സ്വയാകും ചെയ്യും. മനസ്സിലായ? പ്രവൃത്തി കൊണ്ട് തക്ലീഫ് ചെയ്യപ്പെടാൻ അവനോട് അള്ളാഹു ഇന്നത് ചെയ്യടാന്ന് പറയാൻ ജായിസാണ് എന്നർത്ഥം. അല്ലാത്തതാകുന്നത് ഒന്നിനെ ഉണ്ടാക്കുക, ലഭിപ്പിക്കുക. അതൊന്നുകൊണ്ട് എളുപ്പമാകും. അൽഫീലു, പ്രവൃത്തി ഉണ്ടാക്കാൻ ആവശ്യമായതല്ല, എളുപ്പമായി കിട്ടും, എളുപ്പം കിട്ടാനുള്ളത്. വയസ്ഹുലു, എളുപ്പമാകും. കറാഹിലത്തി, വാഹനം പോലെ. വിസഫരി, യാത്രയിൽ. ലിൽ ഖാദിറൽ മശി, നടക്കാൻ കഴിയുന്ന ആൾക്കെന്നെ ഒരു വാഹനം കിട്ടിയാൽ അപ്പം അത് വൈറുറൂറിയ, അത്യാവശ്യമല്ല. ഒന്നിനെ കരസ്ഥമാക്കുക. തഹ്സീലുമ യതയസ്സറു ബിഹിൽ ഫീലു ഔ യഖ്റുബുൽ ഫായി ഔ യുഖർരിബുൽ ഫായില, അല്ലെങ്കിൽ എങ്ങനെയുള്ളതായ ഒന്ന് ഫായിലിനെ അടുപ്പിക്കും ആ പ്രവൃത്തിയിലേക്ക്. വയഹുസ്സു, അവനെ പ്രേരിപ്പിക്കും. അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ മേൽ. മനസ്സിലായ? ഈ ഒയറുറിയ തക്ലീഫിന്റെ സിഖത്ത് അതിൻ്റെ മേൽ നിക്ഷിപ്തമല്ല. അതിലെങ്കിലും തക്ലീഫ് സഹീഹാണ്.
ഇവിടെ നസ്തഈൻ എന്ന് പറഞ്ഞെടുത്ത് സഹായം തേടാന്ന് പറഞ്ഞാൽ എന്തിലാണ്? അഭൗതികം എന്നാണോ? അല്ല, വൽ മുറാദു തലബുൽ മഊനത്തി ഫിൽ മുഹിമ്മാത്തി കുല്ലിഹാ. കണ്ടാ, ഭൗതികം പെട്ട് അഭൗതികം പെട്ട്. അല്ലാതെ നസ്തഈൻ എന്ന് പറഞ്ഞു ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞിക്കാണ്ട് അഭൗതികം എന്ന് വെക്കാൻ നിൽക്കണ്ട. എന്നിട്ട് ഇസ്തിഹാസ ശിർക്കാണെന്നും പറയാം. എല്ലാ മുഹിമ്മാത്തിലും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും, മുഹിമ്മാത്ത് പറഞ്ഞാൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും സഹായം തേടുക. അല്ലെങ്കിൽ എന്തിൽ? ഔ ഫി അദാഇൽ ഇബാദാത്ത്. തലബുൽ മഊനത്തി ഫി അൽ മുഹിമ്മാത്തി കുല്ലിഹാ ഔ ഫി അദാഇൽ ഇബാദാത്ത്. അല്ലെങ്കിൽ ഇബാദത്ത് വീട്ടുന്ന അബ്ദുന്ന് ആദ്യം പറഞ്ഞില്ലേ, അപ്പൊ അത് വീട്ടുന്നതില്. അപ്പൊ തലബുൽ മഊനത്തി ഫിൽ മുഹിമ്മാത്തി കുല്ലിഹ എന്നാണ് അർത്ഥം. അല്ലാതെ അഭൗതികത്തിൽ അള്ളഹാനോട് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അർത്ഥം. അതാണ് നമ്മളെപ്പോഴും ചോദിക്കണ്ടേ. ഇബാദത്ത് വീട്ടുന്നതിലൊന്നും അർത്ഥം വെക്കാം. നഅ്ബുദു എന്ന് പറഞ്ഞില്ലേ, ഇബാദത്ത് ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നോ, ഇബാദത്ത് ചെയ്യാനുള്ള സഹായം തരണോ. വല്ലമീറുൽ മുസ്തഖിന്നു നമ്മൾ എന്ന് പറഞ്ഞല്ല നഅ്ബുദുല്. അവിടെ മറിഞ്ഞു കിടക്കാൻ നൂനല്ല ലമീർ, അത് മുസ്തത്തിറ ലമീറ. നൂന് അതിൻ്റെ മേലെ അറിയിക്കണ്ടെന്നിട്ട് പറയാം. അത് ഇസ്തിഖ്ബാലിന്റെ അടയാളം മാത്രമാണ് അല്ലേ? നൂനൊക്കെ യാവും താവും നൂനൊക്കെ ഇസ്തിഖ്ബാലിന്റെ അടയാളല്ലേ? ലമീർ മുസ്തഖിലും ഫിൽ ഫീലൈൻ, രണ്ട് ഫീലും മറിഞ്ഞു കിടക്കുന്ന ലമീർ ലിൽ ഖാരി, അത് പാരായണം ചെയ്യുന്നവൻക്കുള്ളതാണ്, ഞാനെന്നുള്ളതാണ്. വമമ്മ, അവന്റെ കൂടെയുള്ളവർക്കുള്ളതാണ്. അതാരൊക്കെ? മിനൽ ഹഫലത്തി, ഹാഫിളീങ്ങളായ മലക്കുകളാൽ. വഹാലിരി സ്വലാത്തിൽ ജമാഅത്തി, ജമാഅത്ത് നിസ്കാരത്തിന് ഹാജരായവരാൽ. മനസ്സിലായ? ഓ, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നല്ലേ, ഞാനെന്നല്ല, അബ്ദു അസ്തഈനൊന്നല്ല. അപ്പൊ അവന്റെ കൂടെ ഉള്ളവരും പെട്ട്. മിനൽ ഹഫലത്തി, കാവൽക്കാരായ മലക്കുകൾ, അവരൊക്കെ പെട്ട്. അലരി സ്വലാത്തിൽ ജമാഅത്തി, ജമാഅത്ത് നിസ്കാരത്തിന് ഹാജരായവരും. ഔ ലഹു, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം രണ്ടാമത്തെ രീതി, അവനും വലി സായിരിൽ മുവഹ്ഹിദീന, എല്ലാ ഏകദൈവ വിശ്വാസികളും, ഞങ്ങളെല്ലാവരും എന്ന്. പിന്നെ അദറജ, അവൻ കടത്തി, ഇബാദത്തോ അവന്റെ ഇബാദത്തിന്, ഫീ തളാഇഫി ഇബാദത്തി, അവരുടെ ഇരട്ടി ഇബാദത്തുകളിലേക്ക്. ആരുടെ? മുവഹ്ഹിദീങ്ങളുടെ, മറ്റുള്ളവരുടെ ഒക്കെ. വഖലത്ത, അവൻ കലർത്തി ഹാജ്, അത് ആദ്യം നഅ്ബുദുവിന്റെ അവിടുത്തെ കഥ. വഖലത്ത, അവൻ കലർത്തി ഹാജത്ത്, അവന്റെ ആവശ്യം ബി ഹാജത്തിയും, ഞങ്ങളെല്ലാവരും സഹായം തേടുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ എല്ലാവരുടെ ഹാജത്തും ചോദിക്കൽ വന്ന് കൂട്ടപ്രാർത്ഥന ഇപ്പൊ നടത്തുന്നത്. വഹാബി അല്ല, ഫാത്തിഹ. മനസ്സിലായ? അല്ലഹ, അതെന്തിനു വേണ്ടി? അവന്റെ ഇബാദത്തും ഒക്കെ ആയേക്കാം. തുഖ്ബലു, അതിനെ സ്വീകരിക്കപ്പെട്ടേക്കാം. ബി ബറക്കത്തിഹ, അവരുടെ ഇബാദത്തിന്റെ ബറക്കത്ത് കൊണ്ട്. തവസ്സുലുണ്ട് എന്ന്, എന്തേ? തവസ്സുലുണ്ട് എന്ന്, അതിന്റെ ബർക്കത്തോണ്ട് ഈ മഹാന്മാരുടെ ഒക്കെ ഇബാദത്തിന്, മുവഹ്ഹിദീങ്ങളും ഹഫലത്തുകളുടെയും ജമാഅത്തിൽ പങ്കെടുത്തവരുടെയും എല്ലാവരുടെ ഇബാദത്തിന്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ഇബാദത്ത് സ്വീകരിക്കണേ എന്ന്. വൈജാബു, ഹാജത്തിന്റെ അവിടെ അവന്റെ ഹാജത്തിലേക്ക് എന്താക്കുകയും ചെയ്യപ്പെട്ടേക്കാം, ഉത്തരം ചെയ്യപ്പെടുകയും ചെയ്തേക്കാം. ഇജാബയിലെ അതിലേക്ക് ഉത്തരം ചെയ്യപ്പെടുകയും ചെയ്തേക്കാം. വലിഹാദ, അതുകൊണ്ടാണ് ശുരിഅത്തുൽ ജമാഅത്തു, ജമാഅത്ത് ശറഅക്കപ്പെട്ടത്. മനസ്സിലായ? കന്നഹു കാല ഇല ഇബാദത്തെ, എൻ്റെ ഇബാദത്ത് ഉന്നതകളുണ്ട്. ലാക്കിൻ മഖ്ലൂഖത്തുൻ ബിബാദത്തി ജമീൽ ആബിദീൻ. വലിയന്ന, അപ്പൊ നീ അത് സ്വീകരിക്കണമെന്ന്. ഫിഹ ഇബാദത്ത് ഔലിയായിക വഇബാദത്തു സ്വാലിഹീന ഫതഖബ്ബൽഹാ മിന്നി ബിബറകത്തി ഇൻലിമാമിഹാ ഇലാ ഇബാദത്തിഹിം വഹാജത്തി
ബിബറക്കത്തിൻ ലിമാമിഹാ ഇലാ ഹാജാത്തി, അവരുടെ ഹാജത്തും കൂടി ആ കൂടെ പറയുന്നത് കൊണ്ട്, അവരുടെ ഇബാദത്ത് കൊണ്ട്. അതുകൊണ്ട് തവസ്സുൽ ഇബാദത്ത് കൊണ്ടുള്ള തവസ്സുല, സൽക്രമങ്ങളെ കൊണ്ട് തവസ്സുലാക്കാന്ന് വഹാബി പറയുന്നുണ്ട്. അത് സമ്മതിക്കുന്നുണ്ട്. കാരണം സൽക്രമം കൊണ്ട് ആ ഓറിലെ ഒരു ഗുഹയിൽ കുടുങ്ങിയ 3 ആളുകൾ, അപ്പോൾ അവർ ചെയ്ത പുണ്യകർമ്മമാണ്. അപ്പോൾ ഇവിടെ സൽക്രമം എന്ന് പറയുന്നത് ഒരാളുടെ പ്രവൃത്തിയാണ്. എന്താടാ സൽക്രമം എന്ന് പറയുന്നത്? മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കാൻ പറ്റൂല എന്ന് അവർ പറയുന്നത്. മഹാന്മാരെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികൾ തന്നെയല്ലേ. സൽക്രമം എന്ന് പറയുന്നതും അള്ളാഹു എന്താണ് സൃഷ്ടികൾ തന്നെയാണ്. അപ്പോൾ ഒരു സൃഷ്ടികളെ കൊണ്ട് പറ്റൂല, മറ്റൊരു സൃഷ്ടി മഹാന്മാരെ കൊണ്ടായാലും ശിർക്കായിരുന്നു. സൽക്രമത്തെ കൊണ്ട് തവസ്സുലാക്കിയാൽ ശിർക്കാവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ രണ്ടും സൃഷ്ടികളാണല്ല. അപ്പോൾ ഒരു സൃഷ്ടിനെ കൊണ്ട് പറ്റൂല എന്ന് മറ്റേ സൃഷ്ടിനെ കൊണ്ട് പറ്റും എന്ന് പറയൽ എങ്ങനെ? മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്ദേശം എന്തെന്നെയാണ്? അവരുടെ മഹബത്ത്, അവരോട് നമുക്കുള്ള മഹബത്ത് കൊണ്ട്, അവരുടെ ഹക്ക് കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ മഹബത്ത് വെക്കൽ നമ്മളെ മേൽ എന്താണ്? ഒരു ഹക്കുണ്ടല്ല, അതുകൊണ്ട് എന്നാകാം. എന്ത് മഹാന്മാരുടെ ഹക്ക് കൊണ്ട് പറഞ്ഞാൽ നമ്മൾ അവരെ മഹബത്ത് വെക്കൽ എന്തുണ്ട്? അല്ലെങ്കിൽ അവര് അള്ളാഹുവിനോട് അവർ ഇബാദത്ത് ചെയ്തുകൊണ്ടുള്ള ഒരു ഹക്ക് അവർക്കുണ്ടല്ലോ, അള്ളാഹുവിനോട് വീട്ടേണ്ട ആ ഹക്ക് കൊണ്ട്. അപ്പോൾ ഇബാദത്ത് കൊണ്ട് തന്നെ ആകും. അല്ലെങ്കിൽ അവരുടെ ശഫാഅത്ത് എന്ന ഹക്ക് കൊണ്ട്, അവരുടെ ദുആ കൊണ്ട്, അങ്ങനെയൊക്കെ പല അർത്ഥം വെക്കാം. ദാത്ത് കൊണ്ട് എന്ന് പറഞ്ഞാലും എന്താ അർത്ഥമുള്ളൂ, ഉദ്ദേശമുള്ളൂ? അതിൻ്റെ പുണ്യം കൊണ്ട്, ആ മഹാന്റെ ഇവിടെ അമാലുകളുടെ ബർക്കത്ത് കൊണ്ട് എന്നപ്പോൾ വെച്ചത്, ഇബാദത്തുകളുടെ. അപ്പോൾ ആ വ്യക്തിയുടെ ബർക്കത്ത് പറഞ്ഞാൽ വ്യക്തിയുടെ പുണ്യം, വ്യക്തിയുടെ ബർക്കത്ത്, വ്യക്തിയുടെ പുണ്യം. എന്താ അപ്പോൾ അവിടെ പുണ്യം? വ്യക്തിയുടെ പുണ്യം, വ്യക്തിയുടെ ബർക്കത്ത്, വ്യക്തിയുടെ മഹത്വം. അങ്ങനെ പല അർത്ഥം വെക്കാം. അവിടെയൊക്കെ എന്തിലേക്ക് തന്നെ മടങ്ങും? അമലുകൾ കൊണ്ടുള്ള തവസ്. മഹബത്ത് കൊണ്ട് അറിയുമ്പോൾ മഹബത്ത് പുണ്യകർമ്മല്ലേ? ഇന്ന മഹാനെ കൊണ്ട് നീ കിട്ടണമെന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട്, റസൂലുള്ളാഹിനോടുള്ള എൻ്റെ മഹബത്താകുന്ന എനിക്ക് എൻ്റെ ബാധ്യത കൊണ്ട് കിട്ടണമെന്ന് വെച്ചാൽ അപ്പം അത് എന്തിലേക്ക് തന്നെ മടങ്ങും? അമലുകളെ കൊണ്ടുള്ള തവസ്സുലിലേക്ക് തന്നെ ഇനി മടങ്ങല്. പിന്നെ ഖുദ്ദിമൽ മഫൂലു ലിതഅലീമി കണ്ടാ. അപ്പം ഇയ്യാക്കാന്ന് മുന്തിച്ചത്, ഇയ്യാക്ക നസ്തഈൻ എന്നൊക്കെ മുന്തിച്ചത് ബഹുമാനിക്കതിന് വേണ്ടി, ഇഹ്തിമാമി ബിഹി, അതിന് പണക്കിലെടുത്തു. അപ്പം അള്ളാഹു നിന്നെ തന്നെയാണ്, എന്ത് നിന്നെ തന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം എന്ന് അർത്ഥം വെക്കണമെന്ന് അപ്പം വന്നിട്ടില്ല. ഇനി പറയുന്നുണ്ട് വദ്ദലാലത്തലസ്രി, മാത്രം എന്ന് കിട്ടാനുമാണ്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. മൂപ്പര് 2-3 കൂടി ഉണ്ടാക്കിയതാ. ഇഹ്തിമാമും ഹസ്റും കൂടി കൂട്ടിക്കൊടുത്ത്. അതുകൊണ്ടാണ് കാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഅനാഹു നഅ്ബുദുക വലാ നഅ്ബുദു ഗൈറക, നീ അല്ലാത്തവർ. അപ്പം ഇഖ്തിസാസ് ഉണ്ട് എന്നാണ്. എവിടുക്കാടോ? വതഖദീമി മാ ലിൽ ഇഹ്തിമാമി മകത്ത്, അടി കിട്ടായിട്ടാണ് ഇത് വസ്തു മാറിയാത്തത്. അപ്പം തഖദീം കേട്ടോ, നേരം ഇല്ലാഞ്ഞിട്ട് ഉറങ്ങണേ. ബാക്കിയുള്ളവർ പോയിക്കണം, അപ്പം ഞങ്ങൾ ഉറങ്ങാണ്. അപ്പം തഖദീമി മാ, ഒന്നിനെ മുന്തിക്കാൻ വേണ്ടിയുമാണ്. ഹുവ മുഖദ്ദമുൻ ഫിൽ വുജൂദി, എങ്ങനെയുള്ള ഒന്നിനെ? ഇത് കുറേ കണ്ട് എത്തിച്ചാണ്ടി, കാരണം എവിടെ വരാമെന്ന് അറിയാൻ പറ്റില്ല. ഫാത്തിഹയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അപ്പുറത്തൊക്കെ പോകലുണ്ട് ചോദ്യമൊക്കെ. തഖദീമി മാ, ഒന്നിനെ മുന്തിക്കാൻ വേണ്ടിയുമാണ്. ഹുവ മുഖദ്ദമുൻ ഫിൽ വുജൂദി, അത് എന്തിലും മുന്തിയതാണ്? വുജൂദിൽ മുന്തിയതായ അല്ലാഹു അല്ല ആദ്യം വുജൂദായത്. ആ വുജൂദിൽ മുന്തിയതായ ഒന്നിനെ മുന്തിക്കാൻ വേണ്ടിയുമാണ്. വായിക്കാൻ അറിയില്ല അല്ലേ? തംബീഹി, ഉണർത്താൻ വേണ്ടിയും. എത്ര കാരണങ്ങൾ പറഞ്ഞാറ്? തഅലീമ്, ഇഹ്തിമാമ്, പിന്നെ ഹസ്റ്, തഖദീമി മാ ഹുവ മുഖദ്ദമുൻ, അതേന ഹസ്റ്, പിന്നെ വത്തംബീഹി, മനസ്സിലായ? ഉണർത്താനുമാണ്. അലഅന്നൽ ആബിദ, ഇബാദത്തുകാർ യംബഗി അയകൂന നദുറുഹു, അവന്റെ നോട്ടമാവണം ഇലൽ മഅബൂദി, മഅബൂദിലേക്കാവണം. അവലം വബിദാത്ത്, ഒരട്ടൊന്നും നോക്കിയാൽ പോരാ, 4-5 വട്ടം നോക്കിയാൽ തന്നെ എവിടെ ചോദിച്ചാന്നൊന്നും പറയാൻ പറ്റൂല. അത് വായിക്കാൻ പറയുമ്പോൾ പിന്നെ വേറെ നിങ്ങളെ വലുത്താനൊന്നും ഇവിടെ കഴിയൂല. അതൊക്കെ നോക്കി റെഡിയാക്കാം.
എന്താണ് എംബഗി ഇബാദത്തുകാരൻ അത്യാവശ്യമാണ് നദറുൽ മഅബൂദി അവലൻ, അള്ളാഹുവിനെയാണ് എന്ന ആ മഅബൂദിലേക്കായിരിക്കണം നോട്ടം. അവലം വബിദാത്ത് ഒന്നാമതായിട്ട് ബിദ്ദാത്തായിട്ട്. ഒമിനു അവനിൽ നിന്ന് ഇബാദത്തിലേക്കാണ് പോകേണ്ടത്. അള്ളാഹു എന്നതിൽ നിന്നാണ് പിന്നെ മഅബൂദിലേക്ക് പോകേണ്ടത്. എന്ത് ആൾക്കല്ല നോക്കേണ്ടത്? ലാമിൻ അവലം വബിദാത്ത് അള്ളാഹുവിലേക്കാണ് നോക്കേണ്ടത്. ലാമിൻ ഹൈസ് ഇന്നഹ ഇബാദത്തുൻ, അതൊരു ഇബാദത്താണ് എന്നതിലേക്കല്ല. സ്വതറത്ത് അതുണ്ടായ ഇബാദത്ത് അവനിൽ ഞാനാണ് പഠിച്ചവനെ ആരാധിച്ചത് എന്നതല്ല കാര്യം. എന്തേ നിന്നെയാണ് ആരാധിക്കുന്നത് എന്നതാണ് കാര്യം. എന്തല്ല മനസ്സിലായ? ലാമിനായിട്ട് ഇന്നഹ ഇബാദത്ത്, അതൊരു ഇബാദത്താണ്, സ്വതറത്താണ്, അവൻ ആ ആബിദിൽ നിന്നുണ്ടായല്ലോ എന്ന നിലക്കുള്ള പാക്കല്ല വേണ്ടത്. ബൽ മിൻ ഹൈത്തു ഇന്നഹ, നിശ്ചയമായ ഇബാദത്ത് നിസ്ബത്തുൻ ശരീഫത്തിൽ ആർക്കുള്ളതാണ്? നിസ്ബത്തുൻ ശരീഫത്തുൻ ബഹുമാനമുള്ളൊരു ബന്ധമാണ്. ആരിലേക്ക്? ശരീഫായ അല്ലാഹു എന്നല്ല. ഇലാന്നഹ നിസ്ബത്തുൻ ശരീഫത്തുൻ, ശരീഫായ ബന്ധമാണ് ഇലൈഹി അല്ലാഹുവിലേക്ക്. വസ്ലത്തു അധരിച്ച് ബന്ധമാണ് ബൈനഹു വ ബൈനൽ ഹഖ്, അവന്റെ അടിമക്ക് അല്ലാഹുവിന്റെ ഇടയില്, ഹക്കിന്റെ ഇടയില്. കാരണം അല്ലാഹുവിനെ അറിയുന്ന ആളെ ഇന്നമാ യഹിഖു വുസൂലുഹു, അവന്റെ വുസൂലെ യാഥാർത്ഥ്യമാകും. അവൻ മുങ്ങിയാൽ മുലാഹലത്ത് ജനാബിൽ ഖുദ്സ്, പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭാഗത്തെ പരിഗണിക്കുന്നതിൽ, ഭാഗത്തെ മുങ്ങണം. എന്താണ്? ആരിഫ് അള്ളാഹുവിലേക്ക് വസൂലാവാനുള്ള വസൂലാവല് ഹക്കാവല് എപ്പോഴാണ്? ഇദസ്തഗറഖ്, അവൻ മുങ്ങിയാലാണ്. ഫി മുലാഹലത്തി ജനാബിൽ ഖുദ്സ്, പരിശുദ്ധമായ ഭാഗത്തെ പരിഗണിക്കുന്നതിൽ. വഗാബ, അവൻ മറഞ്ഞാലാണ്. അമ്മ അദാഹു, അതല്ലാത്ത ഒന്നിനെ തൊട്ടു. ഹത്താ അന്നഹു ലാ യുലാഹിലു നഫ്സഹു, അല്ലാത്തതൊക്കെ മറഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് അള്ളാന്റെ ഭാഗം മാത്രം പരിഗണിച്ച് മുങ്ങണല്. ആ ഭാഗത്തിലേക്ക് പരിഗണിക്കുന്ന ഭാഗം, അള്ളാന്റെ ഭാഗത്തിനെ മുലാഹല ചെയ്യുന്നതിൽ എന്താവണം? മുങ്ങണം. ഹത്താ അന്നഹു ലാ യുലാഹിലു നഫ്സഹു, ഹത്തന്റെ ഇന്നേണോ അന്നേണോ വായിക്കലെന്ന് വേറെ നോക്കിക്കോ. അവൻ അവന്റെ നഫ്സിനെ പരിഗണിക്കൂല, സ്വന്തം നഫ്സിനെ വരെ പരിഗണിക്കൂല. വലാ ഹാലം മിൻ അഹ്വാലി, ആ നഫ്സിന്റെ ഹാലുകൾ ഒരു ഹാലിനും പരിഗണിക്കൂല. ഇല്ലാ മിൻ ഹൈസു അന്നഹാ മുലാഹലത്തുൻ ലഹു, അത് എന്താണെന്ന് നൽകല്ലാതെ ആ ഇബാദത്തുകളൊക്കെ അള്ളാഹുവിന് വേണ്ടിയാണ് എന്നതിന് വേണ്ടിയല്ലാതെ. ലഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി. മനസ്സിലായ? ഇല്ലാ മിൻ ഹൈസു ഇന്നഹ, ഇന്ന ഇബാദത്താണോ നഫ്സാണോ നോക്കണം. ഹത്താ ഇന്നഹു, നിശ്ചയം അവൻ, ലാ യുലാഹിലു നഫ്സഹു, അവന്റെ നഫ്സിനെ എന്ത് ചെയ്യൂല? പരിഗണിക്കൂല. തൊട്ട് മുലാഹദത്തിന്റെ അർത്ഥം അവൻ പരിഗണിക്കൂല നഫ്സഹു, സ്വന്തം നഫ്സിനെ. പിന്നെ എന്തിനേയും നഫ്സിന്റെ ഹാലുകളെയും പരിഗണിക്കൂല. ഇല്ലാ മിൻ ഹൈത്തു ഇന്നഹ, നിശ്ചയമായും ആ നഫ്സ് അള്ളാഹുവിനെ പരിഗണിക്കുന്നതാണ് എന്ന ഭാഗത്തിലൂടെ അല്ലാതെ. വൻ മുന്തസിബത്തുൽ ലഹു ഇലൈഹി, അള്ളാഹുവിലേക്ക് ചേർന്നതാണ് എന്ന ഭാഗത്തിലൂടെ അല്ലാതെ. വലിദാലിക, അതുകൊണ്ടാണ് ഫുദ്ദില, ശ്രേഷ്ഠമാക്കപ്പെട്ടത്. ഒന്നിനെ ഹഖല്ലാഹു, അള്ളാഹു ഉദ്ധരിച്ചു. നിങ്ങളെ നാടോടെ അന ഹബീബിഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബിനെ തൊട്ട് ഉദ്ധരിച്ചു. നബി തങ്ങൾ പറഞ്ഞല്ലോ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അബൂബക്കറെ നിങ്ങൾ ദുഃഖിക്കണ്ട, അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട് എന്ന് ഓറിൽ വെച്ച് പറഞ്ഞല്ല. അതാണ് ശ്രേഷ്ഠമാക്കപ്പെട്ടത്. വലിദാലിക ഫുദ്ദില മാ ഹഖല്ലാഹു, ഈ വാക്ക് അള്ളാഹു ഉദ്ധരിച്ചതായ
ഈ ഖുർആനിലെ ഈ വാക്കിനാണ് എന്താക്കപ്പെട്ടിട്ടുണ്ട്? എന്തിനേക്കാൾ? അലാമ ഹക്കാഹു, അള്ളാഹ് ഉദ്ധരിച്ച ഒന്നിനേക്കാൾ. ആരെ തൊട്ട്? ഇഞ്ഞും പറയണ ഫുദ്ദില മാ ഹക്കല്ലാഹു അൻ ഹബീബി, ഹബീബിനെ തൊട്ട് അള്ളാഹ് ഉദ്ധരിച്ച ഒന്ന് ശ്രേഷ്ഠമാക്കപ്പെട്ടോ ഇതൊക്കാലം അള്ളാഹ് പറഞ്ഞല്ലോ. അതെ അതെ, അതിനെ ശ്രേഷ്ഠമാക്കപ്പെട്ട എന്തിനേക്കാൾ? വേഗം വായിച്ചു വിടാനുള്ളൂ, അവിടെ വരുന്നത് ഉരുട്ടാണ്. അലാമ ഹക്കാഹു, അള്ളാഹ് ഉദ്ധരിച്ച ഒന്നിനേക്കാൾ. അൻ കലീമിഹി, അള്ളാഹുവിന്റെ കലീമായ മൂസാ നബി അലൈഹി സ്വലാമിനെ തൊട്ട്. ഹൈതു ഖാല പറഞ്ഞു ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. എന്താ പറഞ്ഞത് മൂസാ നബി? ഇന്ന മഈ, എൻ്റെ കൂടെ ഉണ്ട്, റബ്ബി, എൻ്റെ റബ്ബുണ്ട്. കാരണം മൂസാ നബിനെ പിടിക്കാൻ വേണ്ടി വേക്കൽ ആൾക്കാർ വന്ന് ആ നൈൽ നദിൻ്റെ അടുത്തെത്തിയപ്പോ ഇതാ വരുന്നുണ്ട് മൂസാ നബിയെ എന്ന് എല്ലാവരും കൂടി പറഞ്ഞപ്പോ മൂസാ നബി എന്താ പറഞ്ഞു? നിങ്ങൾ പേടിച്ചണ്ട, ഇന്ന മഈ റബ്ബി, എൻ്റെ കൂടെ ആരുണ്ട്, അതുകൊണ്ട് എന്തൊന്നും പേടിച്ചണ്ട, അതുപോലെ നമ്മളൊന്നും തൊടൂല. നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്ന മഅന റബ്ബ് അല്ലാഹ എന്നല്ല പറഞ്ഞത്. അടാ അള്ളാഹിനെ ആദ്യം മുന്തിച്ചു. എന്തേ? മൂസാ നബി അയന്റെ മുന്തിച്ചു, മൈനെ മുന്തിച്ചു, റബ്ബി വേക്കല വന്നത്. അതിനെക്കാട്ട് നല്ല വാചകം ആരെ വാചകം തന്നെ? ഹബീബിന്റെ വാചകമാണ്.